ഹലോ ഫ്രണ്ട്സ്, എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രിൽ ചിക്കനാണ്. ഇത് വളരെ ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാം വീട്ടിൽ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ. നമുക്കൊന്ന് നോക്കിയാലോ? വരൂ. നമുക്ക് വെള്ളം ഒഴിച്ച് നമ്മുടെ ചിക്കൻ കഴുകിയെടുക്കാം. നമുക്ക് ഈ ചിക്കൻ്റെ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ലതായിട്ടൊന്ന് ചിക്കൻ കഴുകിയെടുക്കണം. ഉള്ളിൽ ബ്ലഡൊക്കെ ഉണ്ടോ, ബ്ലഡും അതിൻ്റെ വേസ്റ്റുകളൊക്കെ ഇങ്ങനെ കഴുകിയെടുക്കും. ഓക്കെ ഗൈസ്, നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് ഒരു 5 സ്പൂൺ, മല്ലിപ്പൊടി 1.5 സ്പൂൺ, നാരങ്ങ നീര് ഞാൻ ഒരു 3 നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, കുരുമുളക് പൊടി, വൈറ്റ് പെപ്പർ, ഗരം മസാല, ചാറ്റ് മസാല, ഉപ്പ്, യോഗർട്ട്, ഇഞ്ചി, പച്ചമുളക്, സവോള, ഒരു തക്കാളി വലുത്, ഇല്ലെങ്കിൽ 2 ചെറിയ തക്കാളി എടുത്താൽ മതി. ഓക്കെ ഗൈസ്, നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം.
നമ്മളിപ്പം 4 ചിക്കൻ ഉണ്ട്. അതിൽ 2 ചിക്കൻ നമ്മൾ സ്റ്റീം ചെയ്തിട്ടാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. 2 ചിക്കൻ നോർമൽ ഗ്രില്ല്. സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റും നല്ല സോഫ്റ്റായിട്ട് ടെൻഡറായിട്ടിരിക്കും ചിക്കൻ. സോ നമുക്ക് ആദ്യം 2 സ്റ്റീം ചെയ്ത് എടുക്കാം. ഓക്കെ. ഹലോ ഗൈസ്, ഇതാ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് നിന്ന് 2 ചിക്കൻ എടുത്ത് സ്റ്റീം ചെയ്തെടുക്കാം. ഓക്കെ ഗൈസ്, ഇതാ സ്റ്റീം വന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ചിക്കൻ ഇതിലേക്ക് മാറ്റാം. ഓക്കെ ഗൈസ്, നമ്മളിപ്പം 2 ചിക്കൻ സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അടച്ചു വെച്ച് ഒരു ഹലോ ഗൈസ്, നമ്മുടെ ചിക്കൻ ഒന്ന് സ്റ്റീമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റിയിട്ട് ഗ്രില്ലറിൽ സെറ്റ് ചെയ്ത് ഗ്രില്ല് ചെയ്യാം. ഓക്കെ. ഓക്കെ ഗൈസ്, നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഇനി ഗ്രില്ല് ചെയ്തെടുക്കാം. നമുക്ക് ഗ്രില്ല് സെറ്റ് ചെയ്ത് ഗ്രില്ല് ചെയ്തെടുക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഗ്രില്ല് റെഡി ആയിരിക്കുന്നു. നമുക്കിനി ഗ്രില്ല് ചെയ്തെടുക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ തീ റെഡി ആയിട്ടുണ്ട്. കനൽ നല്ല ഫ്ലെയിമി ആയിട്ടിരിക്കുന്നു. നമുക്കിത് വെച്ച് കൊടുക്കാം. നൈസായിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കാം. ഹലോ ഗൈസ്, നമ്മൾ ഇത് സ്റ്റീം ചെയ്യാത്ത ചിക്കൻ ഗ്രില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീം ചെയ്ത ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ മറ്റേ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇപ്പം ഗ്രില്ലിലേക്ക് സെറ്റ് ചെയ്തു. നമ്മൾ ആദ്യം മറ്റേ ചിക്കൻ സ്റ്റീം ചെയ്യാത്തത് ഇപ്പം ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റീം ചെയ്ത ചിക്കൻ ഗ്രില്ലിലേക്ക് വെക്കാം. നമുക്ക് മയോണൈസ് അടിക്കാൻ വേണ്ടി ആവശ്യമുള്ളത് ഒരു 2 വെളുത്തുള്ളി അല്ലി, 1 ഗ്ലാസ് 4 മുട്ടയ്ക്ക് 1 ഗ്ലാസ് ഓയിൽ, ആവശ്യത്തിന് ലേശം ഉപ്പ്, 4 മുട്ടയുടെ വെള്ളം, പിന്നെ ഒരു ലേശം നാരങ്ങ നീരും. എടുത്തിട്ട് നമുക്ക് 4 മുട്ട ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 4 മുട്ടയുടെ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് 2 അല്ലി വെളുത്തുള്ളി മതി. ഇത് ബാക്കി ചെറുതായതുകൊണ്ടാണ് 2 വെളുത്തുള്ളി. നമുക്ക് ആവശ്യത്തിന് 1 നുള്ളു ഉപ്പ് മതിയാവും. ഇതിന് 1 നുള്ളു 1.5 നുള്ളു നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് അടച്ച് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ഇതിലേക്ക് ഒരു
1/4 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നമുക്ക് ഒഴിച്ചു പച്ചയാണെന്ന് നോക്കാം. നമ്മുടെ മയോണൈസ് പച്ചയായിട്ടുണ്ട്. നമുക്ക് നോക്കാം. സൂപ്പർ മയോണൈസ് റെഡിയാണ്. നല്ല പഫി ആയതും സ്മൂത്തായതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസാണ്. ഇതിൽ വേണമെങ്കിൽ നമുക്കൊരു പിഞ്ച് ഷുഗറും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ സെറ്റപ്പ് ആയിരിക്കും. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യാം. സിമ്പിളായിട്ട് നമുക്ക് മയോണൈസ് ഉണ്ടാക്കിയെടുക്കും. ഇതാ നമ്മുടെ സ്വാദേറിയ ഗ്രിൽ ചിക്കൻ റെഡി ആയിരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. ഈ വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.